ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഖാദി ബോർഡ് LDCയുമായി ബന്ധപ്പെട്ട് ഒരു അവസാന മിനിറ്റ് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും. നാട്ടുരാജ്യ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേൽ കൊണ്ടുവന്ന കരാറിൻ്റെ പേരെന്താണ്? ലയന കരാർ. ലയന കരാർ എന്നാണ് നാട്ടുരാജ്യ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേൽ കൊണ്ടുവന്ന കരാറിൻ്റെ പേര്. ലയന കരാർ. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ വിദേശ രാജ്യം ഏതാണ്? പോർച്ചുഗീസ് 1961. ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോയി. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശ രാജ്യം പോർച്ചുഗീസാണ് 1961. 1954 ഫ്രാൻസാണ് ഇന്ത്യ വിട്ടുപോയത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് 1953. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ISRO നിലവിൽ വന്ന വർഷം 1969. 1969 ISRO നിലവിൽ വന്നത്. 1969 ISRO നിലവിൽ വന്നു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? ചൗവൻലായ്. ചൗവൻലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയുടെ പേര്. ഇന്ത്യക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ആണ് ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡൽഹി. ഡൽഹിയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച വർഷങ്ങൾ 1968 1986. 1986 1968 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757. ആഗ്ര നഗരം പണികഴിപ്പിച്ചതാര്? സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയാണ് ആഗ്ര നഗരം പണികഴിപ്പിച്ചത്. സിക്കന്ദർ ലോധി. ഏത് മുഗൾ രാജാവിൻ്റെ പേരിനാണ് ഭാഗ്യവാൻ എന്നർത്ഥം വരുന്നത്? ഹുമയൂൺ. ഹുമയൂണിന്റെ പേരിനാണ് ഭാഗ്യവാൻ എന്നർത്ഥം വരുന്നത്. ഹുമയൂൺ. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ ആര്? മാലിക് കഫൂർ. മാലിക് കഫൂറാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ. മാലിക് കഫൂർ. ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിൽ? അലക്സാണ്ടറും പോറസും. അലക്സാണ്ടറും പോറസും തമ്മിലാണ് ഹൈഡാസ്പസ് യുദ്ധം നടന്നത്. അലക്സാണ്ടറും പോറസും തമ്മിൽ. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച യുദ്ധമേത്? വർഷമേത്? രണ്ടാം തറയിൻ യുദ്ധം 1192. 1192 നടന്ന രണ്ടാം തറയിൻ യുദ്ധമാണ് ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ച യുദ്ധം. ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവ് ആര്? ഹർഷവർദ്ധനൻ. ഹർഷവർദ്ധനാണ് ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു രാജാവ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര്? ഗാസി മാലിക്. ഗാസി മാലിക് എന്നാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ പേര്. ഗാസി മാലിക്. പാടലിപുത്രം സ്ഥാപിച്ചത്? അജാതശത്രു. അജാതശത്രുവാണ് പാടലിപുത്രം സ്ഥാപിച്ചത്. ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ വംശം? അടിമവംശം. അടിമവംശമാണ് ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ വംശം. അടിമവംശം. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ച വർഷം? 1962. 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചത്. 1962. ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയ വർഷം? 2009. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയത്. 2009.
ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ദേശീയ സ്ഥാപനം ഏതാണ്? സാഹിത്യ അക്കാദമി. സാഹിത്യ അക്കാദമിയാണ് ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ദേശീയ സ്ഥാപനം. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിന് നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിന് നിയമിച്ച കമ്മീഷന്റെ പേര്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ. മഹാവീരൻ സമാധിയായത് ഏത് വർഷം? BC 468. പൗവലിൽ വെച്ച് BC 468 മഹാവീരൻ സമാധിയായത്. രജപുത്ര ശിലാദിത്യൻ എന്നറിയപ്പെടുന്നത് ആരെ? ഹർഷവർദ്ധനൻ. ഹർഷവർദ്ധനാണ് രജപുത്ര ശിലാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രജപുത്ര ശിലാദിത്യൻ. ശകാരി എന്നറിയപ്പെടുന്നത് ആരെ? വിക്രമാദിത്യൻ. വിക്രമാദിത്യനാണ് ശകാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൽക്കട്ട സ്ഥാപിച്ചത്? ജോബ് ചാർണോക്ക്. ജോബ് ചാർണോക്ക് ആണ് കൽക്കട്ട സ്ഥാപിച്ചത്. ജോബ് ചാർണോക്ക്. ബാണവട്ടൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്? വിഷ്ണുഗോപൻ. വിഷ്ണുഗോപൻ എന്നാണ് ബാണവട്ടൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ബാണവട്ടൻ. ബാണവട്ടൻ വിഷ്ണുഗോപൻ. വിക്രമാദിത്യന്റെ രണ്ടാം തലസ്ഥാനം? ഉജ്ജയിനി. ഉജ്ജയിനിയാണ് വിക്രമാദിത്യന്റെ രണ്ടാം തലസ്ഥാനം. ഉജ്ജയിനി. 2010 ശകവർഷ പ്രകാരം ഏത് വർഷം? 1932. 1932 2010 ശകവർഷ പ്രകാരം ആവുന്നത്. ചേരന്മാരുടെ തലസ്ഥാനം? വാഞ്ചി. വാഞ്ചിയാണ് ചേരന്മാരുടെ തലസ്ഥാനം. വാഞ്ചി. ശ്രീബുദ്ധൻ സമാധിയായ സ്ഥലം? കുശിനഗരം. BC 483 കുശിനഗരത്തിൽ വെച്ചാണ് ശ്രീബുദ്ധൻ സമാധിയായത്. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം? 1565. 1565 തളിക്കോട്ട യുദ്ധം നടന്നത്. ശതവാഹന സ്ഥാപകൻ? സിമുകൻ. സിമുകനാണ് ശതവാഹന സ്ഥാപകൻ. സിമുകൻ. ജസി എന്ന നികുതി പുനരാരംഭിച്ച മുഗൾ രാജാവ്? ഔറംഗസീബ്. ഔറംഗസീബാണ് ജസി എന്ന നികുതി പുനരാരംഭിച്ച മുഗൾ രാജാവ്. ഔറംഗസീബ്. ജസിയ നിർത്തലാക്കിയതാരെ? അക്ബർ. അക്ബർ ചക്രവർത്തിയാണ് ജസിയ നിർത്തലാക്കിയത്. മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ എത്ര? 16. 16 എണ്ണമാണ് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം? 1526. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്നത് ആരെല്ലാം തമ്മിൽ? റോബർട്ട് ക്ലൈവ്, സിറാജ് ഉദ്ദൗള. റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും ചേർന്നിട്ടാണ് പ്ലാസി യുദ്ധം നടന്നത്. ലോധി വംശം സ്ഥാപിച്ചതാരെ? ബഹ്ലൂൽ ലോധി. ബഹ്ലൂൽ ലോധിയാണ് ലോധി വംശം സ്ഥാപിച്ചത്. ബഹ്ലൂൽ ലോധിയാണ് ലോധി വംശം സ്ഥാപിച്ചത്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിൽ? സിന്ധു. സിന്ധു നദിയുടെ തീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയത് ആരെ? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയത്. ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനമാക്കി ഭരിച്ച രാജാവ്? കനിഷ്കൻ. കനിഷ്കനാണ് ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനമാക്കി ഭരിച്ച രാജാവ്. ഇന്ത്യയെ ആക്രമിച്ച ആദ്യ അറബ് ഭരണാധികാരി? മുഹമ്മദ് ബിൻ കാസിം. മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയെ ആക്രമിച്ച ആദ്യത്തെ അറബ് ഭരണാധികാരി. ഒന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെ? മഹാകാശ്യപൻ. മഹാകാശ്യപനാണ് ഒന്നാം ബുദ്ധമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഹർഷവർദ്ധന്റെ ഭരണകാലഘട്ടം? 606 മുതൽ 647 വരെ. 606 മുതൽ 647 വരെയാണ് ഹർഷവർദ്ധന്റെ ഭരണകാലഘട്ടം.
ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹിന്ദു രാജകുമാരിയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹിന്ദു രാജകുമാരിയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരി. കവിരാജൻ എന്നറിയപ്പെടുന്ന ആരെ? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് കവിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമുദ്രഗുപ്തൻ കവിരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാം അശോകൻ? കനിഷ്കൻ. കനിഷ്കനാണ് രണ്ടാം അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കനിഷ്കൻ രണ്ടാം അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര? കരിമീൻ. കരിമീനാണ് പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര. പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര കരിമീനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയാണ് ഈ വീഡിയോ ഉൾപ്പെടുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.